വെൽക്കം ടു ഓൾ. എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എല്ലാ പരീക്ഷകളിലും പി എസ് സി ആവർത്തിക്കുന്ന ഒരു ഭാഗമാണ് കേട്ടോ. ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പുകളും അറിയാതെ കുറേ കലാപങ്ങളും 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരമൊക്കെ വരുന്ന ഒരു ചാപ്റ്ററാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. എല്ലാവരും ക്ലാസ് കാണാം. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ പുതിയ CRT ക്ലാസ്സുകളും അതുപോലെ തന്നെ കഴിഞ്ഞ പരീക്ഷകളിൽ പി എസ് സി ആവർത്തിച്ച ചോദ്യങ്ങളും പി എസ് സി ചോദിക്കുന്ന ആവർത്തിച്ച് വരുന്ന CRT പാഠഭാഗങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. ഫസ്റ്റ് തന്നെ എന്താണ് നൽകിയിരിക്കുന്നത്? 1907 ജനുവരിയിലെ ഒരു ദിനം കൽക്കത്തയ്ക്ക് അടുത്തുള്ള ഒരു ഗ്രാമത്തിലെ കർഷകനായിരുന്ന ഗാംഗുലിൻ്റെ മകളുടെ വിവാഹമായിരുന്നു അന്ന്. മുറ്റത്തൊരുക്കിയ ചെറുപന്തലിൽ ധാരാളം അതിഥികളുണ്ടായിരുന്നു. അവരെല്ലാം മധുര പലഹാരങ്ങൾ നൽകിയാണ് ഗാംഗുലും ബന്ധുക്കളും സ്വീകരിച്ചത്. എന്നാൽ അവയിൽ പഞ്ചസാര ചേർത്തിരുന്നില്ല. പകരം എന്തായിരുന്നു ഉപയോഗിച്ചത്? ശർക്കരയായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഇതേപ്പറ്റി അന്വേഷിച്ചവരുടെ ഗാംഗുൽ അഭിമാനത്തോടെ പറഞ്ഞു, നമ്മുടെ ദുരിതങ്ങൾക്കെല്ലാം കാരണക്കാർ ബ്രിട്ടീഷുകാരാണ്. അവരുടെ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുവാൻ നമ്മൾ തീരുമാനിച്ചു. അതിനാലാണ് ബ്രിട്ടീഷ് ഉൽപ്പന്നമായ പഞ്ചസാര വേണ്ടെന്ന് വെച്ചതും നമ്മുടെ ഉൽപ്പന്നമായ ശർക്കര ഉപയോഗിച്ചതും. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ ഒരു ഇറക്കുമതിയാണ് ഈ പഞ്ചസാര എന്ന് പറയുന്നത്. അത് മാറ്റിയിട്ട് എന്ത് ചെയ്യാണ്? നമ്മുടെ ഉൽപ്പന്നമായ ശർക്കര ഉപയോഗിക്കുക. അതായത് സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ഒരു ഭാഗമാണല്ലോ ഇവിടെ നൽകിയിരിക്കുന്നത്. എന്തിനായിരിക്കും ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുവാൻ ജനങ്ങളെ പ്രേരിപ്പിച്ചത്? ബ്രിട്ടീഷ് ഭരണം ഇന്ത്യയിലെ വിവിധ വിഭാഗം ജനങ്ങൾ എങ്ങനെയാണ് ബാധിച്ചത്? അവരെങ്ങനെയായിരുന്നു ബ്രിട്ടീഷ് ഭരണത്തോട് പ്രതികരിച്ചതെന്നൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. കച്ചവടത്തിന് വന്ന ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങൾ കീഴടക്കി അധികാരം കൈയടക്കിനെ കുറിച്ച് മുൻ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്തുവല്ലോ. സൈനിക ശക്തിയിലൂടെയും നയതന്ത്രത്തിലൂടെയുമാണ് ബ്രിട്ടീഷുകാർ നാട്ടുരാജ്യങ്ങളെ കീഴടക്കിയത്. അപ്പോൾ ബ്രിട്ടീഷുകാർ നാട്ടുരാജ്യങ്ങളെ കീഴടക്കിയത് എങ്ങനെയാണ്? സൈനിക ശക്തിയിലൂടെയും നയതന്ത്രത്തിലൂടെയുമാണ്. 1757 പ്ലാസി യുദ്ധം മുതൽ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം വരെയുള്ള 100 വർഷ കാലയളവിലാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വലിയൊരു ഭാഗം പ്രദേശങ്ങൾ ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന് കീഴിലായത്. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന് കീഴിലായത് ഏതൊക്കെ സമയത്താണ്? 1757 മുതൽ 1947 വരെയാണ് അല്ലേ. പ്ലാസി യുദ്ധം നടന്നതെന്നാണ് 1757 പ്ലാസി യുദ്ധം നടക്കുന്നത്. അപ്പോൾ അതിനുശേഷം 1857 വരെയുള്ള കാലഘട്ടത്തിലായിരുന്നു ഏറ്റവും കൂടുതൽ പ്രദേശങ്ങളും ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന് കീഴിലായത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ ഏകദേശം 63% ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിന് കീഴിലായിരുന്നു. അപ്പോൾ 63% ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിന് കീഴിലായിരുന്നു. ശേഷിക്കുന്ന പ്രദേശങ്ങളിൽ ഭൂരിഭാഗവും ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിലുള്ള നാട്ടുരാജാക്കന്മാരായിരുന്നു ഭരിച്ചിരുന്നത്. അതായത് 63% ബ്രിട്ടീഷുകാരുടെ നേരിട്ട് നിയന്ത്രണത്തിന് കീഴിലായ രാജ്യങ്ങളുണ്ടായിരുന്നു. അതുപോലെ തന്നെ ശേഷിക്കുന്ന പ്രദേശങ്ങളിൽ ഭൂരിഭാഗവും ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിലുള്ള നാട്ടുരാജാക്കന്മാരാണ് ഭരിച്ചിരുന്നത്. അപ്പോൾ 63% ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിന് കീഴിലായിരുന്ന രാജ്യങ്ങളുണ്ടായിരുന്നു. അതുപോലെ ശേഷിക്കുന്ന പ്രദേശങ്ങളിൽ ഭൂരിഭാഗവും ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിലുള്ള നാട്ടുരാജാക്കന്മാരായിരുന്നു ഭരിച്ചിരുന്നത്. അപ്പോൾ നമുക്കൊരു പിക്ചറിൽ നൽകിയിട്ടുണ്ടല്ലോ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലുള്ള പ്രദേശങ്ങൾ ഏതൊക്കെയാണെന്ന് നൽകിയിട്ടുണ്ട് അല്ലേ. ഒരു മഞ്ഞ കളറിൽ നൽകിയിട്ടുള്ളതാണ് ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലുള്ള പ്രദേശങ്ങൾ. അല്ലേ, ബ്രിട്ടീഷ് നയങ്ങളുടെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ബ്രിട്ടീഷ് ആധിപത്യത്തിൻ്റെ ദുരിതം ആദ്യം അനുഭവിച്ചവരിൽ പ്രധാന വിഭാഗം കർഷകരാണ്. ബ്രിട്ടീഷുകാർ നടപ്പാക്കിയ ഭൂനികുതി നയങ്ങളായിരുന്നു കർഷകരുടെ നട്ടെല്ലൊടിച്ചത്. അപ്പോൾ കർഷകരുടെ നട്ടെല്ലൊടിച്ചത് എങ്ങനെയാണ്? ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ഭൂനികുതി നയങ്ങൾ അല്ലേ. പരമാവധി വരുമാനം ഉണ്ടാക്കുക എന്നതായിരുന്നു നികുതി നയത്തിൻ്റെ ലക്ഷ്യം. നികുതി നയത്തിൻ്റെ ലക്ഷ്യം എന്തൊക്കെയായിരുന്നു? പരമാവധി വരുമാനം ഉണ്ടാക്കുക. ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലുള്ള വിവിധ പ്രദേശങ്ങളിൽ വ്യത്യസ്ത നികുതി സമ്പ്രദായങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ചുവടെ കൊടുത്ത പട്ടികയിൽ നൽകിയിട്ടുണ്ട് ബ്രിട്ടീഷ് ഭൂനികുതി സമ്പ്രദായങ്ങൾ ഏതൊക്കെയാണെന്ന്. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കണം കേട്ടോ. എപ്പോഴും ചോദിക്കാറുള്ളൊരു ഭാഗമാണ്. അപ്പോൾ നമുക്ക് ഇവിടെ മനസ്സിലായത് ഈ ബ്രിട്ടീഷ് ആധിപത്യത്തിൻ്റെ ദുരിതം ഏറ്റവും കൂടുതലായിട്ട് അനുഭവിച്ചത് കർഷകരായിരുന്നു. അവരങ്ങനെ കുറേ നികുതി നയങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതായിരുന്നു ഇതിന് ഏറ്റവും പ്രധാന കാരണം എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് നികുതി സമ്പ്രദായങ്ങൾ നമുക്ക് നോക്കാം. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ, ഈ ഒരു ടേബിൾ പഠിച്ചു വെക്കാം കേട്ടോ. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ ബംഗാൾ, ബീഹാർ, ഒറീസ പ്രദേശങ്ങളിലാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ ഉണ്ടായിരുന്നത്. റേറ്റ് വാരി വ്യവസ്ഥ ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങളിലാണ്. മഹൽവാരി വ്യവസ്ഥ വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിലാണ്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ ബംഗാൾ, ബീഹാർ, ഒറീസ പ്രദേശങ്ങൾ. റേറ്റ് വാരി വ്യവസ്ഥ ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങൾ. മഹൽവാരി വ്യവസ്ഥ വടക്കു പടിഞ്ഞാറൻ ഇന്ത്യ. ഇനി ഓരോ ഭൂനികുതി വ്യവസ്ഥയുടെയും സവിശേഷതകൾ പറയുന്നുണ്ട്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥയുടെ സവിശേഷതകൾ ഏതൊക്കെയാണ്? ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിൽ ഒരു പ്രദേശത്തെ നികുതി പിരിച്ചെടുത്തിരുന്നത് സെമീന്ദാർ ആയിരുന്നു. ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിൽ ഒരു പ്രദേശത്തെ നികുതി പിരിച്ചെടുത്തത് ആരായിരുന്നു? സെമീന്ദാർ ആയിരുന്നു. നികുതി പിരിവിന് അധികാരമുണ്ടായിരുന്ന പ്രദേശത്തെ മുഴുവൻ ഭൂമിയുടെയും ഉടമസ്ഥൻ സെമീന്ദാർ ആയിരുന്നു. സെമീന്ദാറാണ് ആ പ്രദേശത്തെ മുഴുവൻ ഭൂമിയുടെയും ഉടമസ്ഥനായിരുന്നത്. സെമീന്ദാർമാർ ഭൂവുടമകളായതോടെ യഥാർത്ഥ കർഷകർ കുടിയാന്മാരായി മാറി. വിളവിൻ്റെ 60% വരെ കർഷകർ
കർഷകർ നികുതിയായിട്ട് നൽകണമായിരുന്നു. വിളവ് മോശമായാലും നികുതി നൽകണമായിരുന്നു. നിശ്ചിത തീയതിയിൽ നികുതി പണമായിട്ട് തന്നെ നൽകണമായിരുന്നു. മുൻകാലങ്ങളിൽ കർഷകർ നികുതിയായിട്ട് നൽകിയിരുന്നത് ഉൽപ്പന്നങ്ങളായിരുന്നു. അപ്പോൾ എന്തൊക്കെയാണ് ഇവിടുത്തെ പ്രധാന സവിശേഷത? ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിൽ ഒരു പ്രദേശത്ത് നികുതി പിരിച്ചെടുത്തിരുന്നത് സെമീന്ദാറായിരുന്നു. ഈ സെമീന്ദാറായിരുന്നു അവിടുത്തെ ഉടമകൾ എന്ന് പറയുന്നത്. അപ്പോൾ കർഷകരൊക്കെ കുടിയാന്മാരായിട്ട് മാറാണ്. ഈ ഭൂവുടമകൾ ശരിക്കും കർഷകരാണ്, പക്ഷേ അവർ കുടിയാന്മാരായിട്ട് മാറിയില്ലേ. വിളവിൻ്റെ 60% വരെ കർഷകർ നികുതിയായിട്ട് നൽകണം. വിളവ് മോശമാവാണെന്നുണ്ടെങ്കിൽ നികുതി നൽകണം. അത് പണമായിട്ട് തന്നെ നൽകണമായിരുന്നു. ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആയിരുന്ന കോൺവാലിസ് പ്രഭുവാണ് ഈ നയം നടപ്പിലാക്കിയത്. ഇനി നമുക്ക് നോക്കാം. ദക്ഷിണേന്ത്യയിൽ നമ്മൾ പറഞ്ഞു ഏതാണ്? റേറ്റ് വാരി വ്യവസ്ഥയാണെന്ന് പറഞ്ഞു. എങ്ങനെയാണ് റേറ്റ് വാരി വ്യവസ്ഥയിൽ കർഷകരിൽ നിന്ന് നേരിട്ട് നികുതി പിരിക്കുന്ന രീതിയാണ് ഉണ്ടായിരുന്നത്. ഭൂമിയുടെ ഉടമസ്ഥാവകാശം കർഷകനായിരുന്നു. എന്നാൽ അമിതമായ നികുതി നിരക്ക് കർഷകരെ ദരിദ്രരാക്കി. മാത്രമല്ല നികുതി നിരക്ക് ഇടയ്ക്കിടെ വർദ്ധിപ്പിച്ചിരുന്നു. അപ്പോൾ എന്താണ് പറഞ്ഞത്? ദക്ഷിണേന്ത്യയിൽ നടപ്പിലാക്കിയ വ്യവസ്ഥയാണ് റേറ്റ് വാരി വ്യവസ്ഥ. അതായത് നേരിട്ട് നികുതി പിരിക്കുന്ന ഒരു രീതിയാണ് അല്ലേ. ഭൂമിയുടെ ഉടമസ്ഥാവകാശം കർഷകന് ആയിരുന്നു, എന്നാലും അമിതമായ നികുതിയാണ് ഇവരെ ദരിദ്രരാക്കി മാറ്റിയത്. ഇനി മഹൽവാരി വ്യവസ്ഥയിലോ? മഹൽവാരി വ്യവസ്ഥ പറഞ്ഞു വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിലാണ്. ഗ്രാമത്തലവന്മാരാണ് നികുതി പിരിച്ചെടുത്തത്. നികുതി പിരിച്ചെടുത്തത് ആരാണ്? ഗ്രാമത്തലവന്മാരാണ്. ഈ വ്യവസ്ഥയിലും നികുതി നിരക്ക് അമിതമായിരുന്നു. ഗ്രാമത്തെ ഒരു യൂണിറ്റായി കണക്കാക്കിയായിരുന്നു നികുതി പിരിച്ചെടുത്തിരുന്നത്. അതായത് മഹൽ എന്ന് പറയുന്ന ഒരു യൂണിറ്റ് കണക്കാക്കിയിട്ടാണ് നികുതി പിരിച്ചെടുത്തിരുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ പറഞ്ഞത്? ഞാൻ പറഞ്ഞു മഹൽവാരി വ്യവസ്ഥയിൽ എങ്ങനെയാണ് പറഞ്ഞിരുന്നത്? മഹൽവാരി വ്യവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ ഗ്രാമത്തലവന്മാരാണ് നികുതി പിരിച്ചെടുത്തിരുന്നത്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിലാണെന്നുണ്ടെങ്കിലോ സെമീന്ദാർമാരായിരുന്നു. എന്നാലേ ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങളിൽ നേരിട്ടായിരുന്നു, വേറെ ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നികുതി നയങ്ങൾ കാർഷിക രംഗത്ത് വൻ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കി. ഉയർന്ന നികുതി നിശ്ചിത തീയതിയിൽ പണമായി അടയ്ക്കാൻ കഴിയാതെ വന്ന കർഷകർക്ക് പലപ്പോഴും കൊള്ളപ്പലിശക്കാരിൽ നിന്നും പണം കടം വാങ്ങേണ്ടി വന്നു. കൃഷിയിടം പണപ്പെടുത്തിയാണ് അവർ കടം വാങ്ങിയത്. ഉയർന്ന പലിശ നിരക്കായിരുന്നു കർഷകരിൽ നിന്നും ഈടാക്കിയത്. അതിനാൽ കടവും പലിശയും അടക്കാൻ കഴിയാതെ വന്ന കർഷകരുടെ ഭൂമി കൊള്ളപ്പലിശക്കാർ കൈയടക്കി. അപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ പറഞ്ഞത്? ഇവർക്ക് കൂടുതലായിട്ട് നികുതി പണമായിട്ട് നൽകണം എന്ന് പറഞ്ഞു അല്ലേ. നികുതി പണമായിട്ട് നൽകുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് അങ്ങനെ കറക്റ്റായിട്ട് പണം കിട്ടിയിരുന്നില്ല. അത് മാത്രമല്ല കൂടുതൽ പണം കിട്ടുകയാണെങ്കിൽ തന്നെ എന്ത് ചെയ്യണമെന്നും ഉയർന്ന നികുതി അവർക്ക് കൊടുക്കണമായിരുന്നു അല്ലേ. മുതലാളിമാർക്ക്, അതായത് ബ്രിട്ടീഷുകാർക്ക് കൂടുതലായിട്ട് നികുതി കൊടുക്കണമായിരുന്നു. അതുപോലെ തന്നെ പണമായിട്ട് തന്നെ നൽകണം. അതുപോലെ തന്നെ എന്താണ്, വിളവ് മോശമാവാണെന്നുണ്ടെങ്കിലും നഷ്ടം സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇത്രയും കറക്റ്റ് നികുതി നൽകണമായിരുന്നു. അപ്പോൾ ഇതുവരെ ഭയങ്കര ദുരിതമാക്കിയിട്ട് കൊള്ള പലിശക്കാരിൽ നിന്നും പണം കടം വാങ്ങിയിട്ടാണ് ഇവർ എന്ത് ചെയ്തിരുന്നത്? ഈ പണം കൊടുത്തിരുന്നത്. കൃഷിയിടം പണയപ്പെടുത്തിയാണ് ഇവർ കടം വാങ്ങിയത്. ഉയർന്ന പലിശ നിരക്കായിരുന്നു കർഷകരിൽ നിന്നും ഈടാക്കിയത്. അതിനാൽ കടവും പലിശയും അടക്കാൻ കഴിയാതെ വന്ന കർഷകരുടെ ഭൂമി കൊള്ളപ്പലിശക്കാർ കൈയടക്കി. അപ്പോൾ ഇവർക്ക് ഇങ്ങനെ ഉയർന്ന പലിശ നിരക്കിലാണ് ഇവർക്ക് പണമൊക്കെ കൊടുത്തിരുന്നത്. അപ്പോൾ അങ്ങനെ പണം കൊടുക്കാൻ കഴിയാണ്ട് വന്നപ്പോൾ എന്ത് സംഭവിച്ചു? ഈ ഭൂമിയൊക്കെ ഇവർ കൈയടക്കാണ് ചെയ്യുന്നത്. ഇനി കൃഷിയുടെ വാണിജ്യവൽക്കരണം. ഇന്ത്യയിലെ കർഷകർ പരമ്പരാഗതമായി കൃഷി ചെയ്തിരുന്നത് കുടുംബത്തിൻ്റെയും ഗ്രാമത്തിൻ്റെയും ആവശ്യത്തിന് വേണ്ടിയായിരുന്നു. എന്നാൽ ബ്രിട്ടീഷ് ഭരണകാലത്ത് കർഷകർ വിപണി ലക്ഷ്യമാക്കി കൃഷി ചെയ്യുവാൻ നിർബന്ധിതരായി. ഭക്ഷ്യവിളകൾക്ക് പകരം നാണ്യവിളകൾ വൻതോതിൽ കൃഷി ചെയ്തു. ഈ മാറ്റത്തെയാണ് അക്കാലത്ത് കൃഷിയുടെ വാണിജ്യവൽക്കരണം എന്ന് പറയുന്നത്. അതായത് ഇവർ കൂടുതലായിട്ടും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഗ്രാമത്തിന് വേണ്ടിയിട്ടാണ് കൃഷി ചെയ്യുന്നത്. പിന്നീട് വ്യവസായത്തിന് വേണ്ടിയിട്ട് അവർ കൃഷി ചെയ്യാൻ പറയുകയാണ്. അതായത് ഭക്ഷ്യവിളകൾക്ക് പകരം നാണ്യവിളകൾ കൃഷി ചെയ്യുവാനായിട്ട് പറയുകയാണ്. അങ്ങനെയാണ് വാണിജ്യവൽക്കരണം നടക്കുന്നത്. ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ നികുതി നിരക്ക് കൂടുതലായിരുന്നു. മാത്രമല്ല നികുതി പണമായിട്ട് നിശ്ചയിക്കപ്പെട്ട രീതിയിൽ തന്നെ നൽകണമായിരുന്നു. ഈ സാഹചര്യം നേരിടാൻ വേണ്ടിയായിരുന്നു കർഷകർ വിപണിയിൽ കൂടുതൽ വില ലഭിക്കുന്ന ഉൽപ്പന്നങ്ങൾ കൃഷി ചെയ്തിരുന്നത്. യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ആവശ്യമായ ഉൽപ്പന്നങ്ങൾക്കായിരുന്നു വിപണിയിൽ ഉയർന്ന വില ലഭിച്ചത്. അങ്ങനെ ഇന്ത്യൻ കൃഷിയിടങ്ങൾ എന്തായി മാറി? യൂറോപ്പിനായിട്ട് കൃഷി ചെയ്യുവാനുള്ള ഭൂമിയായിട്ട് മാറി. അപ്പോൾ ഏതൊക്കെ വിളകൾ ഏതൊക്കെ പ്രദേശങ്ങളിലാണ് കൃഷി ചെയ്തിരുന്നതെന്ന് പറയുന്നുണ്ട്. നമുക്ക് നോക്കാം. ഏതൊക്കെയാണ്? നീലം കൂടുതലായിട്ട് കൃഷി ചെയ്തിരുന്നത് എവിടെയായിരുന്നു? നീലം കൂടുതലായിട്ട് കൃഷി ചെയ്തിരുന്നത് എവിടെയാണ്? ബംഗാൾ, ബീഹാർ പ്രദേശങ്ങളിലാണ്. പരുത്തി മഹാരാഷ്ട്ര, പഞ്ചാബ്. കരിമ്പ് ഉത്തർപ്രദേശ്. തേയില ആസാം, കേരള. ചണം ബംഗാൾ. ഗോതമ്പ് പഞ്ചാബ്. നീലം ബംഗാൾ, ബീഹാർ. പരുത്തി മഹാരാഷ്ട്ര, പഞ്ചാബ്. കരിമ്പ് ഉത്തർപ്രദേശ്. തേയില ആസാം, കേരളം. ചണം ബംഗാൾ. ഗോതമ്പ് പഞ്ചാബ്. ഈ ഒരു ടേബിൾ പഠിച്ചു വയ്ക്കാട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. ഈ നീലം കർഷകരുടെ കലാപത്തെക്കുറിച്ച് എന്താണ് പറയുന്നത്? നീലത്തിന് ബ്രിട്ടീഷ് ഭരണകാലത്ത് വിപണിയിൽ ഉയർന്ന വില ലഭിച്ചിരുന്നു. തുണികൾക്ക് നിറം നൽകാനാണ് നീലം ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ നീലം എന്ന് പറയുന്നത് തുണികൾക്ക് നിറം നൽകാനാണ് ഉപയോഗിച്ചിരുന്നത്. ബ്രിട്ടീഷ് ഭരണകാലത്ത് കൂടുതലായിട്ട് വില
ലഭിച്ചിരുന്നത്. ആ സമയത്ത് നീലമായിരുന്നു ഈ തുണികൾക്കൊക്കെ നിറം നൽകാനായിട്ട് ഉപയോഗിച്ചിരുന്നത്. എന്നാൽ അന്നൊന്നും കൃത്രിമ ചായങ്ങൾ ഉണ്ടായിരുന്നില്ല. 18-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിലുണ്ടായ വ്യവസായ വിപ്ലവം തുണി നിർമ്മാണ രംഗത്ത് വലിയ കുതിച്ചുചാട്ടം ഉണ്ടായി. അതോടെ നീലത്തിൻ്റെ ആവശ്യം വർദ്ധിച്ചു. അപ്പോൾ നീലത്തിൻ്റെ ആവശ്യം വർദ്ധിക്കുകയാണ് വ്യവസായ വിപ്ലവം വന്നപ്പം. അങ്ങനെ നീലത്തിൻ്റെ ആവശ്യം വർദ്ധിച്ചപ്പോൾ എന്ത് സംഭവിക്കുകയാണ്? ഇന്ത്യയിൽ നീലം കൃഷി വ്യാപകമാക്കേണ്ടത് ബ്രിട്ടീഷ് വ്യവസായികളുടെ ആവശ്യമായിരുന്നു. കർഷകർക്ക് വൻ തുക മുൻകൂറായി നൽകി അവരെ കൊണ്ട് നീലം കൃഷി ചെയ്യിച്ചു. ഉയർന്ന ഭൂനികുതി അടയ്ക്കാൻ കഴിയാതെ വിഷമിച്ച കർഷകർ കമ്പനി ഉടമകളുടെ പ്രലോഭനത്തിന് വഴങ്ങി നീലം വ്യാപകമായി കൃഷി ചെയ്തു. അപ്പോൾ അവർ എന്താ ചെയ്യാണ്? കൂടുതൽ പണം നൽകാമെന്ന് പറഞ്ഞിട്ട് നീലം കൃഷി ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുകയാണ്. അവരുടെ കയ്യിൽ ഒന്നാമത് എന്താ കാശില്ല അല്ലേ, പണമില്ല, നമുക്ക് കൊള്ളപ്പലിശക്കാർക്കൊന്നും കൊടുക്കാനായിട്ട്. അങ്ങനെ അവർ നീലം കൃഷി ചെയ്യാൻ തുടങ്ങി. ബ്രിട്ടീഷുകാരിൽ നിന്ന് പണം മുൻകൂറായി കൈപ്പറ്റിയ ഓരോ കർഷകനും തൻ്റെ കൃഷിയിടത്തിൻ്റെ നിശ്ചിത ഭാഗത്ത് നീലം കൃഷി ചെയ്യണമെന്നായിരുന്നു നിബന്ധന. മാത്രമല്ല കൃഷിയിടത്തിൻ്റെ ഏറ്റവും ഫലഭൂയിഷ്ഠമായ ഭാഗത്തായിരുന്നു നീലം കൃഷി ഇറക്കേണ്ടി വന്നത്. അപ്പോൾ കൂടുതലും നീലം കൃഷി ചെയ്യേണ്ടത് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? കൂടുതൽ ഭാഗവും നീലം കൃഷി ചെയ്യണം. അതുപോലെ തന്നെ എന്താണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഏറ്റവും ഫലഭൂയിഷ്ഠമായ മണ്ണിലാണ് നീലം കൃഷി ചെയ്യേണ്ടത്. അതിനാൽ ഭക്ഷ്യധാന്യങ്ങൾ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിൽ നീലം കൃഷി ചെയ്യേണ്ടതായിട്ട് വന്നു. അപ്പോൾ ഭക്ഷ്യധാന്യങ്ങൾക്ക് പകരം എന്ത് ചെയ്തു? നീലം കൃഷി ചെയ്തു അല്ലേ. വിളവെടുപ്പ് കാലത്താകട്ടെ ബ്രിട്ടീഷ് ഏജന്റുമാരുടെ ഇടപെടൽ കാരണം പിൽക്കാലത്ത് കൃത്രിമ നീലത്തിന് കുറഞ്ഞ വില മാത്രമേ ലഭിച്ചുള്ളൂ. ബ്രിട്ടീഷ് ഏജന്റുമാരുടെ ഇത് കാരണം ഏറ്റവും കുറഞ്ഞ വിലയാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. പിൽക്കാലത്ത് കൃത്രിമ ചായങ്ങളുടെ കണ്ടെത്തലോടെ തുണികൾക്ക് നിറം നൽകുവാൻ നീലം ആവശ്യമില്ലാതായിട്ട് മാറി. അങ്ങനെ എന്ത് സംഭവിക്കുകയാണ്? കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ മറ്റേ കൃത്രിമ ചായങ്ങളൊക്കെ വന്നു. ആ ഒരു സമയത്ത് നീലത്തിന് ആവശ്യമൊന്നും ഇല്ലാതായി മാറി. ഇതോടെ കൃഷിഭൂമിയുടെ ഭൂരിഭാഗവും നീലം കൃഷിക്ക് മാറ്റിവെച്ച കർഷകന്റെ അവസ്ഥ കൂടുതൽ ദുരിതത്തിലായി. 1859 ബംഗാളിൽ കർഷകർ സംഘടിച്ച് നീലം കൃഷി ഉപേക്ഷിക്കുകയാണെന്ന് പ്രഖ്യാപിച്ചു. അപ്പോൾ 1859 ബംഗാളിലെ കർഷകർ സംഘടിച്ചിട്ട് നീലം കൃഷി ഉപേക്ഷിക്കുകയാണെന്ന് പ്രഖ്യാപിക്കുന്നത്. അമ്പും വില്ലും വാളും കുന്തവുമായി അവർ നീലം ഫാക്ടറികൾ ആക്രമിച്ചു. നിരവധി സ്ത്രീകളും കലാപത്തിൽ പങ്കാളികളായി. ബ്രിട്ടീഷുകാരെ പിന്തുണച്ചവരെയും അവർക്ക് വേണ്ടി ജോലി ചെയ്തവരെയും കലാപകാരികൾ ബഹിഷ്കരിച്ചു. ഗ്രാമങ്ങളിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ആരംഭിച്ച കലാപത്തെപ്പറ്റി അറിഞ്ഞിരുന്ന കൽക്കത്തയിൽ നിന്നും നിരവധി വിദ്യാസമ്പന്നർ കലാപ പ്രദേശങ്ങളിലെത്തി കർഷകർക്ക് പിന്തുണ നൽകി. അപ്പോൾ ഒരു സമരം ചെയ്യാണ് നീലം കർഷകരെ. അപ്പോൾ അതിനെ സഹായിക്കാനായിട്ട് വിദ്യാഭ്യാസമുള്ള അല്ലേ കൽക്കത്തയിൽ നിന്നും പല ഗ്രാമങ്ങളിൽ നിന്നും നിരവധി വിദ്യാസമ്പന്നരെത്തിയിട്ട് ഇവർക്ക് പിന്തുണ നൽകുകയാണ് ചെയ്യുന്നത്. ഇതേ തുടർന്ന് നീലം കർഷകരുടെ പ്രശ്നങ്ങൾ പഠിക്കുവാൻ ബ്രിട്ടീഷ് ഭരണാധികാരികൾ ഒരു കമ്മീഷൻ നിയമിച്ചു. ലാഭകരമല്ലാത്തതിനാൽ നീലം കൃഷി അവസാനിപ്പിക്കണമെന്ന് കമ്മീഷൻ നിർദ്ദേശിച്ചു. അങ്ങനെ അവസാനം നീലം കൃഷി അവസാനിപ്പിക്കുകയാണ്. നെക്സ്റ്റ് കർഷക കലാപങ്ങൾ കേരളത്തിലും എന്ത് നടന്നിട്ടുണ്ട്? കർഷക കലാപങ്ങൾ നടന്നിട്ടുണ്ട് അല്ലേ. മലബാർ കലാപമൊക്കെ ഇതിന് എക്സാമ്പിളാണ്. അതാണ് പറയുന്നത്. ബ്രിട്ടീഷ് അധീനതയിലായിരുന്ന മലബാറും കലാപങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ജന്മിമാരുടെയും ബ്രിട്ടീഷുകാരുടെയും ചൂഷണവും അടിച്ചമർത്തലുമാണ് കലാപത്തിലേക്ക് നയിച്ചത്. എന്താണ്? ജന്മിമാരുടെയും ബ്രിട്ടീഷുകാരുടെയും ചൂഷണവും അടിച്ചമർത്തലും. ജന്മിമാരെയാണ് ഭൂവുടമകളായിട്ട് ബ്രിട്ടീഷുകാർ കണക്കാക്കിയത്. ആ ഭൂവുടമകളായിട്ട് ബ്രിട്ടീഷുകാർ കണക്കാക്കിയത് ആരെയാണ്? ജന്മിമാരെയാണ്. ബ്രിട്ടീഷുകാരുടെ പിന്തുണയോടെ ജന്മിമാർ നടത്തിയ കുടിയൊഴിപ്പിക്കലടക്കമുള്ള ദ്രോഹ നടപടികൾക്കെതിരെയാണ് കലാപം നടന്നത്. അപ്പോൾ എന്തിനാണ് ഈ മലബാർ കലാപം നടക്കുന്നതെന്നാണ് പറയുന്നത്. എന്തിനാണ്? ബ്രിട്ടീഷുകാരുടെ പിന്തുണയോടെ ജന്മിമാർ നടത്തിയ കുടിയൊഴിപ്പിക്കലടക്കമുള്ള ദ്രോഹ നടപടികൾക്കെതിരെയാണ് കലാപം നടന്നത്. അപ്പോൾ എന്താ പറഞ്ഞത്? മലബാർ എന്ന് പറയുന്നത് കലാപങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചൊരു സ്ഥലമാണ്. ജന്മിമാരുടെയും അതുപോലെ തന്നെ ബ്രിട്ടീഷുകാരുടെയും ചൂഷണവും അടിച്ചമർത്തലും ആണ് ഇതിന് നയിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഭൂവുടമകളായിട്ട് കണക്കാക്കിയിരുന്ന ആരെയായിരുന്നു? ജന്മിമാരെയായിരുന്നു. അപ്പോൾ ഈ ജന്മിമാർ കുറേ ഉപദ്രവങ്ങൾ ഈ ബ്രിട്ടീഷുകാരോട് കൂട്ടുകൂടിയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഭൂവുടമകളായിരുന്ന ജന്മിമാരിൽ നിന്നും സ്ഥലം പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്ത പാട്ടക്കുടിയന്മാരായിരുന്നു തെക്കേ മലബാറിലെ കർഷകർ. അപ്പോൾ തെക്കേ മലബാറിലെ കർഷകർ എന്താണ് ചെയ്തിരുന്നത്? പാട്ടത്തിനെടുക്കാനല്ലേ കൃഷി ചെയ്യുവാനായിട്ട് ആരിൽ നിന്ന്? ജന്മിമാരിൽ നിന്നും. ഭൂവുടമകളായിരുന്ന ജന്മിമാരിൽ നിന്നും സ്ഥലം പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യുകയാണ് പാട്ടക്കുടിയന്മാരായിരുന്ന തെക്കേ മലബാറിലെ കർഷകർ ചെയ്തിരുന്നത്. ഇവരിൽ ഭൂരിഭാഗവും മാപ്പിളന്മാരായിരുന്നു. അപ്പോൾ ഇവരിൽ ഭൂരിഭാഗവും കൂടുതൽ പേര് ആരായിരുന്നു? മാപ്പിളന്മാരായിരുന്നു. അതായത് മലബാറിലെ മുസ്ലിംസിനെയാണ് എന്ന് പറയുന്നത് മാപ്പിളമാർ എന്ന് പറയുന്നത്. അപ്പം മാപ്പിളമാർ എന്ന് പറയുന്നത് എന്താണ്? ഭൂരിഭാഗവും അല്ലേ മുസ്ലിംസിനെയാണ് പറയുന്നത് മാപ്പിളമാരെന്ന്. അതുകൊണ്ട് 19-ാം നൂറ്റാണ്ടിലുണ്ടായ ഈ കലാപങ്ങളെയാണ് എന്തെന്ന് പറയുന്നത്? മാപ്പിള കലാപങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടായ കലാപങ്ങളെയാണ് എന്ന് പറയുന്നത് മാപ്പിള കലാപങ്ങൾ എന്ന് പറയുന്നത്. അതായത് എന്താ പറഞ്ഞത്? മാപ്പിള എന്ന് പറയുന്നത് ആ ഒരു പ്രദേശത്തിലെ മലബാറിലെ കർഷകരെയാണെന്ന് അറിയപ്പെട്ടിരുന്നത് മാപ്പിളമാരെന്നറിയപ്പെട്ടിരുന്നത്. അങ്ങനെ അതുകൊണ്ട് 19-ാം നൂറ്റാണ്ടിലുണ്ടായ കലാപങ്ങളിൽ നിന്ന് പറയാം മാപ്പിള കലാപങ്ങൾ എന്ന് പറയുന്നു. അപ്പോൾ എന്താണ് ഇവിടെ പറഞ്ഞു വന്നത്?
ബ്രിട്ടീഷുകാരുടെയും അതുപോലെ തന്നെ ജന്മിമാരുടെയും അല്ലേ, അതിനൊക്കെ കൂടുതലായിട്ട് ഇരയായിരുന്നവർ ഈ കർഷകരായിരുന്നു, മാപ്പിളന്മാരായിരുന്നു. അപ്പോൾ അവർ നടത്തിയ കലാപങ്ങളെയാണ് മലബാർ കലാപം എന്ന് പറയുന്നത്. ഇനി ആരാണ് കനോലി എന്ന് പറയുന്ന ആൾ ചോദിക്കാറുണ്ട് കേട്ടോ. മാപ്പിള കലാപകാലത്ത് അന്നത്തെ മലബാറിലെ മജിസ്ട്രേറ്റ് ആയിരുന്ന കനോലിയെ കോഴിക്കോട് വെസ്റ്റ് ഹില്ലിലുള്ള അദ്ദേഹത്തിൻ്റെ വസതിയിൽ വെച്ച് കലാപകാരികൾ കൊലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കലാപകാരികൾ കൊലപ്പെടുത്തിയത് ആരെയാണ്? മാപ്പിള കലാപകാലത്ത് അന്നത്തെ മലബാറിലെ മജിസ്ട്രേറ്റ് ആയിരുന്ന കനോലിയാണ് അല്ലേ കോഴിക്കോട് വെസ്റ്റ് ഹില്ലിൽ വെച്ചിട്ട് എന്ത് ചെയ്ത് കലാപകാരികൾ കൊന്നത്. 22ഓളം കലാപങ്ങൾ മലബാറിലുണ്ടായി. ഈ കലാപങ്ങൾ അടിച്ചമർത്തുവാൻ വേണ്ടി മലബാർ സ്പെഷ്യൽ പോലീസ് MSP എന്ന പേരിൽ ഒരു പ്രത്യേക വിഭാഗം പോലീസ് സേനയെ രൂപീകരിച്ചു. തുടർച്ചയായ കലാപങ്ങളെ പറ്റി ബ്രിട്ടീഷുകാർ ഒരു ഗവൺമെൻറ്റിലെ വില്യം ലോഗൻ എന്ന് പറയുന്ന കമ്മീഷനെയാണ് നിയമിക്കുന്നത്. അപ്പോൾ ബ്രിട്ടീഷ് ഗവൺമെൻറ് നിയമിച്ച മലബാർ കലാപങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ തീരുമാനിച്ച കമ്മീഷൻ ഏതാണെന്ന് ചോദിക്കാറുണ്ട്. ഇതാണ് വില്യം ലോഗൻ കമ്മീഷനാണ്. ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണ് കലാപത്തിന് കാരണമെന്നാണ് കമ്മീഷൻ ചൂണ്ടിക്കാണിച്ചത്. അപ്പോൾ ഇത് പഠിച്ചിരിക്കുക. വില്യം ലോഗൻ കമ്മീഷൻ എന്ന് പറയുന്നത് എന്തുമായി ബന്ധപ്പെട്ടതാണ്? ബ്രിട്ടീഷുകാരുടെ ഈ നികുതി നയം തെറ്റായ നികുതിയാണെന്ന് തെളിയിച്ചൊരു കമ്മീഷനായിരുന്നു വില്യം ലോഗൻ കമ്മീഷൻ എന്ന് പറയുന്നത്. മാപ്പിള കലാപങ്ങൾക്ക് കാരണങ്ങളെ അന്വേഷിക്കുവാനായിട്ട് നിയോഗിച്ച കമ്മീഷനാണ് വില്യം ലോഗൻ കമ്മീഷൻ. ഇനി കാടുകൾ കലാപഭൂമിയാവുന്നു. ബംഗാൾ, ജാർഖണ്ഡ്, ബീഹാർ സംസ്ഥാനങ്ങളിലായി പരന്നുകിടക്കുന്ന രാജ്മഹൽ കുന്നുകളുടെ താഴ്വരയിൽ ജീവിച്ചു വന്ന ഗോത്ര ജനതയായിരുന്നു സാന്താൾമാർ. അപ്പോൾ ചോദിക്കാറുണ്ടല്ലേ, സാന്താൾമാർ എവിടെയുള്ളവരായിരുന്നു? രാജ്മഹൽ കുന്നുകളുടെ താഴ്വാരത്തിൽ ജീവിച്ചിരുന്ന ഗോത്ര ജനതയാണ് ഈ സാന്താൾമാർ എന്ന് പറയുന്നത്. എവിടേക്കാണ്? ബംഗാൾ, ജാർഖണ്ഡ്, ബീഹാർ സംസ്ഥാനങ്ങൾ. വനവിഭവങ്ങൾ ശേഖരിച്ചും കൃഷി ചെയ്തും പ്രകൃതിയോട് ഇണങ്ങി ജീവിച്ചു പോന്നവർ. അവർ എങ്ങനെയായിരുന്നു? വനവിഭവങ്ങൾ ശേഖരിച്ചും കൃഷി ചെയ്തും പ്രകൃതിയോട് ഇണങ്ങി ജീവിച്ചു പോന്നവരായിരുന്നു. കരുത്തരും അധ്വാനശീലരും തനതായ സംസ്കാരമുള്ളവരുമായിരുന്നു അവർ. ബ്രിട്ടീഷ് ആധിപത്യം സ്ഥാപിക്കപ്പെട്ടതോടെ സാന്താൾ ജനതയുടെ ജീവിതത്തിൻ്റെ താളം നഷ്ടമായി. അപ്പോൾ എന്താണ് പറയുന്നത്? അവർ കരുത്തരും അധ്വാനശീലരും തനതായ സംസ്കാരമുള്ളവരുമായിരുന്നു. എന്നാൽ ബ്രിട്ടീഷ് ആധിപത്യം സ്ഥാപിക്കപ്പെട്ടതോടെ ഈ സാന്താൾ ജനതയുടെ ജീവിതത്തിൻ്റെ താളം നഷ്ടമായി. സെമീന്ദാർമാരും കൊള്ളപ്പലിശക്കാരും അവരുടെ ഭൂമി കൈയടക്കിയില്ലേ. സെമീന്ദാർമാരും കൊള്ളപ്പലിശക്കാരും കൂടി റെയിൽവേ നിർമ്മാണത്തിന് വേണ്ടി സാന്താൾ ജനതയെ അടിമകളെ പോലെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ ജോലി ചെയ്യിച്ചു. അപ്പോൾ റെയിൽവേ നിർമ്മാണത്തിന് വേണ്ടി സാന്താൾമാർ എന്താണ് ചെയ്തത്? അടിമകളെ പോലെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരെ ജോലി ചെയ്യിപ്പിച്ചു. ജീവിതം ഗതിമുട്ടിയ സാന്താൾ ജനത നേതാക്കന്മാരായ സിദ്ധുവിൻ്റെയും കാനുവിൻ്റെയും നേതൃത്വത്തിൽ ആയുധമെടുത്തു. അപ്പോൾ ചോദിക്കാറുണ്ട്, സാന്താൾ കലാപത്തിന് നേതൃത്വം കൊടുത്തവരാരാണ്? സിദ്ധുവും കാനുമാണ്. എവിടെയാണ് നടന്നത്? രാജ്മഹൽ കുന്നുകളിലാണ്. രാജ്മഹൽ കുന്നുകൾ ബ്രിട്ടീഷ് ചൂഷണങ്ങൾക്കെതിരെയുള്ള പോരാട്ടവേദിയായി. ഗോത്ര ജനതയുടെ പോരാട്ട വീര്യത്തിന് മുമ്പിൽ ബ്രിട്ടീഷുകാർ പകച്ചു നിന്നു. എന്നാൽ ദീർഘകാലം പിടിച്ചു നിൽക്കുവാൻ സാന്താൾ ജനതയ്ക്ക് കഴിഞ്ഞില്ല. ആയിരക്കണക്കിന് സാന്താളുകൾ പോരാട്ടത്തിൽ മരിച്ചു വീണു. അപ്പോൾ 1855 ബ്രിട്ടീഷുകാർക്കെതിരെ സാന്താൾ ജനത ഈ ചെറുത്തുനിൽപ്പുകൾ നടത്തിയത്. ഇയർ ചോദിക്കാറുണ്ട്. 1855 രാജ്മഹൽ കുന്നുകളിൽ ആരുമാണ്? സിദ്ധുവും കാനും കൂടിയിട്ടാണ് ഈ സാന്താൾ കലാപം നടക്കുന്നത്. ഇനി ഗോത്ര ജനതയും ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ ദുരിതങ്ങൾ അനുഭവിച്ചിരുന്നു. അപ്പോൾ നേരത്തെ സാന്താൾമാരെ കുറിച്ച് പറഞ്ഞില്ലേ, സാന്താൾമാർ അവരെ വനവിഭവങ്ങൾ ശേഖരിച്ചിട്ടൊക്കെയായിരുന്നു അവർ ജീവിച്ചിരുന്നത്. പക്ഷേ ആ ഒരു ഭാഗം ഫോറസ്റ്റ് ഭാഗമൊക്കെ ഈ ബ്രിട്ടീഷുകാർ കൈയടക്കിയിട്ട് ഇവരെ നന്നായിക്കൊണ്ട് പണിയെടുപ്പിക്കാൻ അല്ലേ, റെയിൽവേ വരാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ആ ഒരു ഭൂമി ഇവർ കൈയെടുക്കുന്നത്. ഗോത്ര ജനതയും ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ ദുരിതങ്ങൾ അനുഭവിച്ചിരുന്നു. വനവിഭവങ്ങൾ ശേഖരിക്കൽ, കന്നുകാലി വളർത്തൽ, പൂനം കൃഷി, വേട്ടയാടൽ എന്നിവയായിരുന്നു ഗോത്ര ജനതയുടെ ജീവിത ഉപാധികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഗോത്ര ജനതയുടെ ജീവിത ഉപാധികൾ വനവിഭവങ്ങൾ ശേഖരിക്കൽ, കന്നുകാലി വളർത്തൽ, പൂനം കൃഷി, വേട്ടയാടൽ എന്നിവയായിരുന്നു. ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ വന നിയമങ്ങൾ ഗോത്രജീവിതത്തെ ദുരിതമയമാക്കി. വനങ്ങളെ സംരക്ഷിത പ്രദേശങ്ങളായി പ്രഖ്യാപിച്ചതോടെ വനത്തിലേക്കുള്ള പ്രവേശനം നിഷേധിച്ചു. ബ്രിട്ടീഷുകാർക്ക് ആവശ്യമായ മരങ്ങൾ ലഭ്യമായ വനങ്ങളായിരുന്നു സംരക്ഷിത വനയായിട്ട് പ്രഖ്യാപിച്ചത്. ഇത് ഗോത്രജനത കൂടുതലായിട്ട് കൃഷി ചെയ്തിരുന്നതും അല്ലെങ്കിൽ കൂടുതലും ഈ വനവിഭവങ്ങൾ ശേഖരിച്ചിട്ടൊക്കെയാണ് അവർ ജീവിച്ചിരുന്നത്. പക്ഷേ ഇവർക്ക് ഓരോ ഉദ്ദേശങ്ങളുണ്ടായിരുന്നു. റെയിൽവേ പണിയണമെന്ന് വിചാരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ സാന്താൾമാരെ പുറത്താക്കുന്നത്. അതിനുശേഷം
ബാക്കിയുള്ള ഈ ഗോത്രജനതയെ പുറത്താക്കുന്ന വനങ്ങളൊക്കെ സംരക്ഷിത പ്രദേശമാണ്, അവിടെ പോയിട്ട് ഇങ്ങനെ ഇതൊന്നും ശേഖരിക്കാനായിട്ട് പാടില്ല എന്ന് പറഞ്ഞിട്ടായിരുന്നു അവരെ പുറത്താക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവർക്ക് ആവശ്യമുള്ള സ്ഥലങ്ങളില്ല, അതായത് ഇവർക്ക് ആവശ്യമുള്ള കുറേ മരങ്ങൾ, നല്ല നല്ല വിലപിടിപ്പ് കൂടി കിട്ടണ മരങ്ങളുള്ള സ്ഥലങ്ങളൊക്കെ ആയിരുന്നു ഇവർ സംരക്ഷിത ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു, കാരണം അവർക്കത് ആവശ്യമായിരുന്നു. കപ്പൽ നിർമ്മാണം, റെയിൽപാത നിർമ്മാണം തുടങ്ങിയ ആവശ്യങ്ങൾക്കായിട്ട് വനങ്ങളിൽ നിന്നും ബ്രിട്ടീഷുകാർ മരങ്ങൾ ധാരാളമായി മുറിച്ചിരുന്നു. തോട്ടം വ്യവസായങ്ങൾ ആരംഭിക്കാൻ വേണ്ടിയും വനങ്ങൾ വ്യാപകമായി നശിപ്പിച്ചു. ഗോത്രജനത ശേഖരിച്ചിരുന്ന വനവിഭവങ്ങളുടെ മേൽ ബ്രിട്ടീഷുകാർ ഉയർന്ന നികുതി ചുമത്തി. അപ്പോൾ ഗോത്രജനത കുറച്ച് വനവിഭവങ്ങളൊക്കെ ശേഖരിച്ചിരുന്നല്ലോ, അതിന് മേലെന്ത് ചെയ്യാണ്? ഉയർന്ന നികുതി ചുമത്താണ്. ഈ സാഹചര്യത്തിലാണ് വിവിധ ഗോത്ര വിഭാഗങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ കലാപം നടത്തിയത്. അപ്പോൾ അതാണ് ബ്രിട്ടീഷുകാർക്കെതിരെ ഗോത്രവർഗ്ഗക്കാർ കലാപം നടത്തുവാനുണ്ടായ സാഹചര്യം. ഇനി നമുക്കറിയാം, കുറിച്യ കലാപം എന്ന് പറയുന്നത് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്നതാണ് അല്ലേ. കുറിച്യ കലാപം കഴിഞ്ഞ ലാസ്റ്റ് ഗ്രേഡിൻ്റെ 3 ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ചിട്ടുണ്ടായിരുന്നു, 3-4 ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് കുറിച്യ കലാപത്തെ കുറിച്ചിട്ട് നമുക്ക് നോക്കാം. ബ്രിട്ടീഷുകാരുടെ ചൂഷണത്തിനെതിരെ നടന്ന മറ്റൊരു ഗോത്ര കലാപമാണ് വയനാട്ടിലെ കുറിച്യ കലാപം. അപ്പോൾ കുറിച്യ കലാപം എന്ന് പറയുന്നത് എവിടെയാണ് നടക്കുന്നത്? വയനാട്ടിലാണ് നടക്കുന്നത്. ബ്രിട്ടീഷുകാരുടെ ചൂഷണത്തിനെതിരെ നടന്ന ഒരു കലാപമാണ് എന്ത്? കുറിച്യ കലാപം. വയനാട്ടിലെ ഗോത്രജനതയായ കുറിച്യരും കുറുമ്പരുമാണ് കലാപം നടത്തിയത്. അപ്പോൾ ആരാണ് കലാപം നടത്തിയത്? കുറിച്യരും കുറുമ്പരുമാണ്. 1812 നടന്ന കലാപത്തിൻ്റെ കാരണങ്ങൾ എന്തെല്ലാമായിരുന്നു? അപ്പോൾ എന്തൊക്കെയാണ് കിട്ടിയത്? 1812 കുറിച്യ കലാപം നടക്കുന്നത്. 1812 കുറിച്യരും കുറുമ്പരുമാണ് അതിൽ പങ്കെടുത്തത്. വയനാട്ടിലാണ് നടന്നത്. ഇനി സാഹചര്യം ചോദിക്കാറുണ്ട്. ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയത്, നികുതി പണമായി അടയ്ക്കാൻ നിർബന്ധിച്ചത്, നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തതൊക്കെ ഈ കുറിച്യ കലാപത്തിന് കാരണമായിരുന്നു. ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തി, നികുതി പണമായി അടയ്ക്കാൻ നിർബന്ധിച്ചു, നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു. കലാപം നടന്നത് കുറിച്യ നേതാവായ രാമൻ നമ്പിയുടെ നേതൃത്വത്തിലായിരുന്നു. അപ്പോൾ കലാപം നടന്നത് ആരുടെ നേതൃത്വത്തിലാണെന്ന് ചോദിക്കാറുണ്ടല്ലോ, രാമൻ നമ്പിയുടെ നേതൃത്വത്തിലാണ്. ഗോത്രജനതയ്ക്ക് പുറമെ മറ്റ് വിഭാഗങ്ങളും കലാപത്തിൽ പങ്കാളികളായി. കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷുകാർ രാമൻ നമ്പിയെ പിടികൂടി വധിച്ചു. തലശ്ശേരിയിലെ അന്നത്തെ സബ് കളക്ടർ ആരായിരുന്നു? TH ബേബർ ആയിരുന്നു. അന്നത്തെ കളക്ടർ ചോദിക്കാറുണ്ട്, TH ബേബറാണ്. അദ്ദേഹം പറഞ്ഞ വാചകം നോക്കുക: 1 മാസം കൂടി പിടിച്ചു നിൽക്കുവാൻ കലാപകാരികൾക്ക് കഴിഞ്ഞിരുന്നുവെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ എന്ന് TH ബേബർ ഏത് കലാപത്തിലാണ് പറഞ്ഞത്? കുറിച്യ കലാപത്തിലാണ് പറഞ്ഞത്. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പോൾ കുറിച്യ കലാപം എന്ന് പറയുന്നത് വയനാട്ടിൽ നടന്ന ഒരു ഗോത്ര കലാപമാണ്. 1812 നടന്നത്. അതുപോലെ തന്നെ കുറിച്യരും കുറുമ്പരുമാണ് ഇതിൽ പങ്കെടുത്തത്. ഇതിലുണ്ടായ കാരണങ്ങളിലെ, ഈ കലാപത്തിനുണ്ടായ കാരണങ്ങൾ എന്ന് പറയുന്നത് 1812 നടന്നു എന്ന് പറഞ്ഞു. ഈ കലാപത്തിന് കാരണം എന്തായിരുന്നു? ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയതും നികുതി പണമായി അടയ്ക്കുവാൻ നിർബന്ധിച്ചതും നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തതൊക്കെയായിരുന്നു. അതുപോലെ തന്നെ TH ബേബർ എന്താണ് പറഞ്ഞത് ഇതിനെക്കുറിച്ചിട്ട്? 1 മാസം കൂടി പിടിച്ചു നിൽക്കുവാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ എന്ന് പറഞ്ഞു. 19-ാം നൂറ്റാണ്ടിൽ സാന്താൾ കുറിച്യ കലാപങ്ങൾക്ക് പുറമെ നിരവധി ഗോത്ര കലാപങ്ങൾ വിവിധ പ്രദേശങ്ങളിൽ നടന്നിട്ടുണ്ടായിരുന്നു. ഇതൊക്കെയാണ്: പഹാരിയ കലാപം, ബീൽ കലാപം, കോൾ കലാപം, മുണ്ട കലാപം, ഗാസി കലാപം. പഹാരിയ, ബീല്, കോള്, മുണ്ട, ഗാസി. ഇന്ത്യയിലെ ഗോത്ര കലാപങ്ങളെക്കുറിച്ച് ചരിത്രകാരനായ K. സുരേഷ് സിംഗ് എന്താണ് പറഞ്ഞു നോക്കാം. കർഷകരുൾപ്പെടെയുള്ള ഏത് ജനവിഭാഗങ്ങളെക്കാൾ തീവ്രവും നിരന്തരവും ആക്രമണോത്സുകവുമായ ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങളായിരുന്നു നിരക്ഷരായ ഗോത്രജനത നടത്തിയത്. എങ്ങനെയുള്ള സമരങ്ങളായിരുന്നു? തീവ്രവും നിരന്തരവും ആക്രമണോത്സുകരുമായിട്ടുള്ള ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങളാണ് നടത്തിയത്. അപ്പോൾ അതാരാണ് പറഞ്ഞത്? K. സുരേഷ് സിംഗ് ആണ് പറഞ്ഞത്. ഓക്കെ, ഇനി എന്താണ് പരമ്പരാഗത വ്യവസായങ്ങളുടെ തകർച്ച ആരംഭിക്കുന്നത് എവിടെ നിന്നാണ് നോക്കാം. വില്യം ബെന്റിക് പ്രഭു പറഞ്ഞ വാക്കുകളാണ് നൽകിയിരിക്കുന്നത്. ഇന്ത്യയുടെ വാണിജ്യ ചരിത്രത്തിൽ ഇതുപോലൊരു ദുരിതം കാണാറില്ല. പരുത്തി നെയ്ത്തുകാരുടെ എല്ലാ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വെളുപ്പിക്കുന്നു. എന്ന് വില്യം ബെന്റിക് പ്രഭുവിൻ്റെ കോട്ട്സ് ആണ്. ഇന്ത്യയുടെ വാണിജ്യ ചരിത്രത്തിൽ ഇതുപോലൊരു ദുരിതം കാണാനില്ല. പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വെളുപ്പിക്കുന്നു. ഒരു കാലത്ത് ലോകമെങ്ങും പ്രശസ്തമായിരുന്ന ഇന്ത്യൻ തുണി വ്യവസായത്തിന് തകർച്ച സംബന്ധിച്ച് ഇന്ത്യയിലെ ഗവർണർ ജനറലായിരുന്ന വില്യം ബെന്റിക് പ്രഭു നടത്തിയ നിരീക്ഷണമാണ് മുകളിൽ നൽകിയിരിക്കുന്നത്. ബ്രിട്ടീഷ് നയങ്ങൾ ഇന്ത്യൻ കാർഷിക രംഗത്തെ മാത്രമല്ല കരകൗശല വ്യവസായത്തെയും പൂർണ്ണമായി നശിപ്പിച്ചു. ഇതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? യന്ത്രനിർമ്മിത ബ്രിട്ടീഷ് തുണിത്തരങ്ങൾ വൻതോതിൽ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തതാണ് ഇന്ത്യൻ തുണി വ്യവസായത്തിൻ്റെ നാശത്തിനുള്ള പ്രധാന കാരണം. അതായത് യന്ത്രത്തിൽ നിർമ്മിച്ച ബ്രിട്ടീഷ് തുണിത്തരങ്ങൾ ഏതാണ്? നല്ല ഇറക്കുമതി ചെയ്യാണ്, ഭയങ്കര വിലക്കുറവിൽ ഇറക്കുമതി
ചെയ്യാണ്. അപ്പോൾ അതാണ് ഒന്നാമത്തെ കാരണം. ബ്രിട്ടനിൽ നിന്നും കൊണ്ടുവന്ന യന്ത്രനിർമ്മിതമായ തുണികൾക്ക് വില കുറവായതിനാൽ ഇന്ത്യയിൽ എളുപ്പത്തിൽ വിറ്റഴിഞ്ഞു. റെയിൽവേ വ്യാപകമായതും ഇന്ത്യൻ തുണി വ്യവസായത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമായി. റെയിൽവേ വന്നപ്പോൾ എന്ത് സംഭവിച്ചു? വീണ്ടും ഈ തകർച്ചയ്ക്ക് കാരണമാണ്. എന്താണ് കാരണം? ഇന്ത്യയിലെ തുറമുഖ നഗരങ്ങളിലെത്തുന്ന തുണിത്തരങ്ങൾ വിദൂര ഗ്രാമങ്ങളിലേക്ക് എത്തിക്കുവാനും ഗ്രാമങ്ങളിലെ പരുത്തി ശേഖരിച്ച് തുറമുഖങ്ങളിലൂടെ ബ്രിട്ടനിലേക്ക് എത്തിക്കുവാനും റെയിൽവേയുടെ വ്യാപനം ബ്രിട്ടീഷുകാരെ സഹായിച്ചു. അതായത് ഇന്ത്യയിലെ തുറമുഖ നഗരങ്ങളിലെത്തുന്ന തുണിത്തരങ്ങളൊക്കെ വിദൂര ഗ്രാമങ്ങളിലേക്ക് എത്തിക്കുക, അതുപോലെ തന്നെ ഇവരുടെ പരുത്തി ശേഖരിച്ച് അതൊക്കെ തുറമുഖങ്ങളിലൂടെ ബ്രിട്ടനിൽ എത്തിക്കാനൊക്കെ ഈ റെയിൽവേ ഗതാഗതം ഇവർക്ക് സഹായകമായി. ഇതോടെ ഗ്രാമങ്ങളിലെ വിപണിയും ഇന്ത്യൻ നെയ്ത്തുകാർക്ക് നഷ്ടമായി. ബ്രിട്ടനിലേക്ക് കയറ്റുമതി ചെയ്തിരുന്ന ഇന്ത്യൻ തുണിത്തരങ്ങളുടെ മേൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് ചുമത്തിയ ഉയർന്ന നികുതി കാരണം അവയുടെ വില വർദ്ധിച്ചു. അപ്പോൾ ഇതും നഷ്ടത്തിന് കാരണമാവാണല്ലേ. അതായത് അവർ വില കുറഞ്ഞ തുണിത്തരങ്ങളൊക്കെ ഇന്ത്യയിലേക്ക് ഇറക്കാണ്, ഇവിടെ നിന്ന് കയറ്റുമതി ചെയ്യുന്നതിനൊക്കെ നല്ല ഉയർന്ന നികുതി ചുമത്താണ്. അതോടെ ബ്രിട്ടീഷ് വിപണി ഇന്ത്യൻ തുണിത്തരങ്ങൾക്ക് നഷ്ടമായി. ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരുടെ ചൂഷണവും പീഡനവും കാരണം ധാരാളം തൊഴിലാളികൾ നെയ്ത്ത് ജോലി ഉപേക്ഷിച്ചു. കുറഞ്ഞ വിലയ്ക്ക് ഉൽപ്പന്നങ്ങൾ കൈമാറുവാനും കുറഞ്ഞ കൂലിക്ക് ജോലി ചെയ്യുവാനും അവർ തൊഴിലാളികളെ നിർമ്മിച്ചു. ഇത് കാരണം പലരും മറ്റ് ജോലികൾ തേടിപ്പോയി. അപ്പോൾ എന്താണ് ഇന്ത്യൻ തുണി വ്യവസായത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമായത്? അസംസ്കൃത വസ്തുക്കളുടെ കയറ്റുമതി, അതുപോലെ തന്നെ ഉയർന്ന നികുതിയിലെ ഇറക്കുമതി. ഇവർ ഇറക്കുമതി ചെയ്യുന്നതിന് ഏറ്റവും വിലക്കുറവ് നൽകി. അതുപോലെ തന്നെ ഇവിടുന്ന് കയറ്റുമതി ചെയ്യുന്നതിനൊക്കെ ഉയർന്ന നികുതി ചുമത്തി. പിന്നെ എന്തൊക്കെയാണ് പറഞ്ഞത്? റെയിൽവേ വന്നതോട് കൂടിയിട്ടും ഇതൊക്കെ ഇന്ത്യൻ തുണി വ്യവസായത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമായ കാരണങ്ങളാണ്. ഇനി തുണി വ്യവസായത്തിൻ്റെ തകർച്ചയുടെ ആദ്യ പ്രതിഫലനം കണ്ടത് നഗരങ്ങളിലാണ് ആദ്യത്തെ അതിൻ്റെ പ്രതിഫലനം കണ്ടത്. മൂർഷിദാബാദും ധാക്കയും പോലെയുള്ള തുണിത്തര നിർമ്മാണ കേന്ദ്രങ്ങൾ ജനവാസരഹിതമാവുകയും ആ ജോലിയിൽ ഏർപ്പെട്ടിരുന്നവർ ഗ്രാമങ്ങളിലെത്തി കൃഷിപ്പണിയിലേക്ക് തിരിയുകയും ചെയ്തു. എന്താ പറയുന്നത്? മൂർഷിദാബാദും ധാക്കയും പോലുള്ള തുണിത്തര നിർമ്മാണ കേന്ദ്രങ്ങൾ ജനവാസരഹിതമായി. അതുപോലെ ആ ജോലിയിൽ ഏർപ്പെട്ടിരുന്നവർ ഗ്രാമങ്ങളിലെത്തി കൃഷിപ്പണിയിലേക്ക് തിരിയുകയും ചെയ്തു. ഇത് കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്നവരുടെ എണ്ണത്തിൽ വർധനവുണ്ടാക്കി. കാർഷിക മേഖലയിൽ ഏർപ്പെട്ടവരുടെ എണ്ണത്തിലെ വർധനവ് കാരണം കൃഷിഭൂമി ചെറിയ തുണ്ടുകളായി മാറി. ഉൽപാദനം മുരടിപ്പായിരുന്നു ഇതിൻ്റെ പ്രത്യക്ഷമായ ഫലം. അപ്പോൾ എന്താണ് പറയുന്നത്? തുണി വ്യവസായത്തിന് തകർച്ച കൂടുതൽ നഗരങ്ങളിലാണല്ലേ കാണുന്നത്. എന്താണ് സംഭവിച്ചത്? കൃഷിപ്പണിയിലേക്ക് തിരിയാണല്ലേ ചെയ്തത്. അതായത് ഈ മുർഷിദാബാദും ധാക്കയും പോലുള്ള ഈ തുണിത്തര നിർമ്മാണ കേന്ദ്രങ്ങളൊക്കെ ജനവാസരഹിതമായപ്പോൾ ഇവർ കൃഷിയിലേക്ക് തിരിഞ്ഞു. അങ്ങനെ ഈ കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്നവരുടെ എണ്ണത്തിൽ കൂടുതൽ വർധനവുണ്ടായി. അപ്പോൾ എന്ത് സംഭവിച്ചു? കൃഷിഭൂമി ചെറിയ തുണ്ടുകളായിട്ട് മാറ്റിയില്ലേ. കാർഷിക മേഖലയിൽ ഏർപ്പെട്ടവർ കൂടുതലായ കാരണം, എണ്ണത്തിൽ കൂടുതലായ കാരണം എന്ത് സംഭവിച്ചു? കൃഷിഭൂമിയൊക്കെ തുണ്ടുകളായിട്ട് മാറി. അപ്പോൾ അവിടെ ഉൽപ്പാദനം മുരടിപ്പ് വന്നു. ഗ്രാമങ്ങളിലെ കരകൗശല വ്യവസായങ്ങളുടെ സ്ഥിതിയും വ്യത്യസ്തമായിരുന്നില്ല. അപ്പോൾ ഏതൊക്കെയാണ്? മൺപാത്ര നിർമ്മാണം എന്ന് പറയുന്നത് ഒരു ഗ്രാമീണ വ്യവസായമാണ്. അതിൻ്റെ തകർച്ചയുടെ കാരണം എന്തായിരുന്നു? അലുമിനിയം പാത്രങ്ങൾ ഇറക്കുമതി മൺപാത്ര നിർമ്മാണത്തിന് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായില്ലേ. അതുപോലെ തന്നെ തുകൽപ്പണി നോക്കുകയാണെങ്കിലോ അസംസ്കൃത വസ്തുവായ തുകലിൻ്റെ യൂറോപ്പിലേക്കുള്ള കയറ്റുമതിയുടെ തകർച്ചയ്ക്ക് കാരണമായി. അതുപോലെ തന്നെ മരപ്പണിയോ ലോഹനിർമ്മിത യന്ത്രങ്ങളുടെ ഉപയോഗം മരപ്പണിക്ക് ഇതാവാനായിട്ട് കാരണമായി. അപ്പോൾ മൺപാത്ര നിർമ്മാണത്തിലാണെങ്കിലോ അലുമിനിയം പാത്രങ്ങളുടെ വരവ്, അതുപോലെ തുകൽപ്പണിയാണെങ്കിലോ അസംസ്കൃത വസ്തുവായ തുകലിന് യൂറോപ്പിലേക്കുള്ള കയറ്റുമതി, മരപ്പണിയാണെങ്കിലോ ലോഹനിർമ്മിത യന്ത്രങ്ങളുടെ ഉപയോഗം. കാർഷിക മേഖലയുടെയും കരകൗശല വ്യവസായത്തിനെയും തകർച്ചാക്ഷാമങ്ങളിലേക്കും പട്ടിണി മരണത്തിലേക്കുമാണ് ഇന്ത്യയെ തള്ളിവിട്ടത്. അതായത് കാർഷിക മേഖലയിലും കരകൗശല മേഖലയിലൊക്കെ തകർച്ച സംഭവിക്കാം അല്ലേ. അപ്പോൾ എന്ത് സംഭവിച്ചു? പട്ടിണി മരണത്തിലേക്കൊക്കെ ഇത് മാറാണ്. ഇന്ത്യ എന്ന് പറയുന്നത് പട്ടിണി മരണത്തിലേക്കൊക്കെ മാറാണ് ചെയ്തത്. ലക്ഷക്കണക്കിന് ആളുകൾ ഈ ക്ഷാമത്തിൽ എന്ത് ചെയ്തു? മരണമടഞ്ഞു. ഇനി ആധുനിക വ്യവസായങ്ങളുടെ ആരംഭവും തൊഴിലാളികളുടെ അവസ്ഥയും. 19-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷ് വ്യവസായികൾ ഇന്ത്യയിൽ ആധുനിക വ്യവസായങ്ങൾ ആരംഭിച്ചു. 19-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? ആധുനിക വ്യവസായങ്ങൾ ആരംഭിക്കുകയാണ്. എന്തൊക്കെയാണ്? എന്നാൽ ഇവയുടെ എണ്ണം വളരെ പരിമിതമായിരുന്നു. ഭയങ്കര കുറച്ചൊരു വ്യവസായങ്ങളാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഏതൊക്കെയായിരുന്നു? തോട്ടം വ്യവസായങ്ങളാണ് ആദ്യം സ്ഥാപിച്ചത് തോട്ടം വ്യവസായമായിരുന്നു. പിന്നീട് തുണി, ചണം, ഇരുമ്പുരുക്ക്, പേപ്പർ തുടങ്ങിയ വ്യവസായങ്ങളും ആരംഭിച്ചു. അപ്പോൾ ആദ്യം തന്നെ തോട്ടമായിരുന്നു. അതിനുശേഷം എന്ത് ചെയ്തു? ചണം, ഇരുമ്പുരുക്ക്, പേപ്പർ, തുണി എന്ന് പറയുന്ന വ്യവസായങ്ങളൊക്കെ ആരംഭിച്ചു. ഇത്തരം വ്യവസായങ്ങളിലെ തൊഴിലാളികളും ചൂഷണത്തിനിരയായി. അവരുടെ അവസ്ഥ വളരെ ശോചനീയമായിരുന്നു. എന്തൊക്കെയായിരുന്നു വ്യത്യാസം?
എന്തായിരുന്നു? മണിക്കൂറുകളോളം നീണ്ട ജോലി സമയം, കുറഞ്ഞ കൂലി, അനാരോഗ്യകരമായ താമസ സൗകര്യങ്ങൾ. മണിക്കൂറുകളോളം നീണ്ട ജോലി സമയം, കുറഞ്ഞ കൂലി, അനാരോഗ്യകരമായ താമസ സൗകര്യങ്ങൾ എന്നിവയായിരുന്നു തൊഴിലാളികളുടെ പ്രധാന പ്രശ്നങ്ങൾ. അക്കാലത്ത് ഇന്ത്യയിൽ സംഘടിത തൊഴിലാളി പ്രസ്ഥാനങ്ങൾ ഉണ്ടായിരുന്നില്ല. എങ്കിലും ചൂഷണം സഹിക്കാൻ കഴിയാതെ തൊഴിലാളികൾ പ്രക്ഷോഭങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. ബോംബെയിലെ തുണിമിൽ തൊഴിലാളികളുടെയും കൽക്കട്ടയിലെ ചണമിൽ തൊഴിലാളികളുടെയും സമരം ഇതിന് ഉദാഹരണങ്ങളാണ്. ബോംബെയിലെ തുണിമിൽ തൊഴിലാളികളുടെയും കൽക്കട്ടയിലെ ചണമിൽ തൊഴിലാളികളുടെയും സമരം ഇതിന് ഉദാഹരണങ്ങളാണ്. ബ്രിട്ടീഷ് സാമ്പത്തിക ചൂഷണത്തിന് ദുരന്തഫലം അനുഭവിക്കേണ്ടി വീണ വിവിധ ജനവിഭാഗങ്ങളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു അല്ലേ. ഈ പ്രക്ഷോഭങ്ങളൊന്നും അതത് പ്രദേശങ്ങൾക്കപ്പുറം വളർന്നില്ല. അതായത് ഓരോ പ്രദേശത്തായിരുന്നു ഈ പ്രക്ഷോഭങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. കൂടാതെ ഇവയ്ക്ക് സംഘടിത സ്വഭാവം കുറവായിരുന്നു. എന്നാൽ 19-ാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയിൽ ചൂഷിതരായ വ്യത്യസ്ത ജനവിഭാഗങ്ങൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ബ്രിട്ടീഷ് ഭരണത്തിനെതിരായി സംഘടിത കലാപത്തിന് തുടക്കം കുറിച്ചു. അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത്? ബ്രിട്ടീഷ് ആധിപത്യ കാലത്തെ തൊഴിലാളി ജീവിതത്തെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ. വയറ് നിറയെ ആഹാരമില്ലാതെ വെളിച്ചമോ ശുദ്ധവായുവോ വെള്ളമോ ഇല്ലാത്ത ചെറ്റപ്പുരകളിൽ മൃഗതുല്യരായി നരയിക്കുന്ന ഇന്ത്യൻ വ്യാവസായിക മുതലാളിത്തത്തിൻ്റെ ലോകത്തിൽ ഏറ്റവും അധികം ചൂഷണം ചെയ്യപ്പെട്ടവരിൽ ഒരാളാണെന്നല്ലേ. ഇന്ത്യൻ വ്യവസായ തൊഴിലാളി എന്ന് പറയുന്നത് വ്യാവസായിക മുതലാളിത്തത്തിൻ്റെ ലോകത്തിൽ ഏറ്റവും അധികം ചൂഷണം ചെയ്യപ്പെട്ടവരിൽ ഒരാളാണെന്ന് ആരാണ് പറയുന്നത്? ജർമ്മൻ സാമ്പത്തിക ചരിത്രകാരനായ ജർഗൻ കുസിയാസ്കിയാണ് അതിനെക്കുറിച്ച് പറഞ്ഞത്. അപ്പോൾ കർഷകരുടെ ദുരിതങ്ങളാണല്ലോ ഇവിടെ പറഞ്ഞത്. ഓരോ പ്രക്ഷോഭങ്ങൾ എന്ന് പറയുന്നത് ഓരോ പ്രദേശത്തായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. അത് എല്ലായിടത്തേക്കും എത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവർക്ക് മണിക്കൂറുകളോളം നീണ്ട ജോലി സമയം, കുറഞ്ഞ കൂലിയായിരുന്നു അതുപോലെ കിട്ടിയിരുന്നത്. അനാരോഗ്യകരമായ താമസ സൗകര്യങ്ങളൊക്കെ ഇവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള കാരണങ്ങളായിരുന്നു. അപ്പോൾ നമ്മുടെ SCERT ക്ലാസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാപ്റ്റർ സിലബസിൽ എന്തായിരുന്നു? ഇന്ത്യ രാഷ്ട്രീയ ചരിത്രം, ബ്രിട്ടീഷ് ആധിപത്യം എന്നായിരുന്നു അല്ലേ. അപ്പോൾ ആ ഒരു ഭാഗം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. SCERT കൂടെ ഉൾപ്പെടുത്തിയില്ലേ. ഇനി നമുക്ക് ഒന്നാം സ്വാതന്ത്ര്യ സമരമാണ് നെക്സ്റ്റ് വരുന്നത് അല്ലേ. ഇന്ത്യ ചരിത്രവുമായി ബന്ധപ്പെട്ട് വരുന്നത് എന്താണ്? ഒന്നാം സ്വാതന്ത്ര്യ സമരമാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ.